ഒരു പെണ്ണും ആ പെണ്ണിന്റെ അതേ ലുക്കുള്ള ഒരു ചെറുക്കനും തമ്മിൽ പ്രണയിച്ചാൽ ആരും പ്രത്യേകിച്ചൊന്നും കാണുമ്പോൾ കമന്റ് അടിക്കില്ല. പക്ഷെ കണ്ടാൽ ഒരാള് സുന്ദരനും അല്ലെങ്കിൽ മറ്റേ ആള് കാണാൻ അത്ര ഭംഗിയില്ലാത്തതുമായാണ് പ്രണയിക്കുന്നതെങ്കിൽ കാണുന്നവരൊക്കെ അയ്യേ ഇവനാരെ കണ്ണു പൊട്ടനോ, ഇവക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്നെല്ലാം കമന്റ് അടിക്കല്ലേ. അതുപോലെ അതിസുന്ദരനായ ഒരു പയ്യനും കണ്ടാൽ കാണാൻ കൊള്ളൂല എന്ന് എല്ലാവരും പറയുന്ന ഒരു പെൺകുട്ടിയും തമ്മിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുക്കുന്നു. അവരടുക്കുന്നത് തന്നെ രസകരമായ കാര്യങ്ങളാണ്. അതിനെല്ലാം പുറമെ ഇവരുടെ പ്രണയത്തിന് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി പറഞ്ഞ 2014 റിലീസായ ഡയറി ആൻഡ് പാൻജറ്റ് എന്ന ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ഇയയാണ്. ഇയ വളരെ പാവമായ ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ അവൾ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. അവളുടെ 14-ാം വയസ്സിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു അവൾക്ക്. പിന്നീട് അങ്ങോട്ട് അവൾ അവളുടെ ആന്റിയുടെ കൂടെയാണ് താമസിക്കുന്നത്. കൂടാതെ ആന്റി നടത്തുന്ന ഒരു കുട്ടി റെസ്റ്റോറന്റിൽ ജോലിയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവൾക്ക് മുഖം നിറയെ മുഖക്കുരുവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ കാണാൻ കൊള്ളൂല എന്ന് ആളുകളൊക്കെ കളിയാക്കാറുമുണ്ട്. അവളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവാണ്. അവൾ ഒരിക്കൽ റെസ്റ്റോറന്റിൽ നിൽക്കുന്ന സമയം വളരെ സുന്ദരനായ ഒരു കസ്റ്റമർ അവളെ അടുത്തേക്ക് വിളിക്കുന്നു. ഇവൾ ആ ചെറുക്കനെ കണ്ടപാടെ സ്റ്റക്കായി നിൽക്കാണ്. അവൻ അവളോട് ടൈം എത്രയെന്ന് ചോദിച്ചിട്ട് അവൾ അതിനുത്തരം കൊടുക്കാതെ നമ്മുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടെത്തുന്ന ആന്റി അവനോട് ഇറങ്ങിപ്പോകാൻ പറയാനായിട്ട് ഇവളോട് പറയുന്നു. കസ്റ്റമേഴ്സിനെ ആരെങ്കിലും ഇങ്ങനെ ഇറക്കി വിടുമെന്നല്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് കാര്യമുണ്ട്. ഈ പയ്യൻ വന്നിട്ട് കുറെ നേരമായി ഇതുവരെ അവന് ഒരു ഓർഡർ പോലും പറഞ്ഞിട്ടില്ല. ഇവനൊന്നും അറിയില്ലല്ലേ ആ ഒരു സീറ്റിലേക്ക് അടുത്ത ആൾ വന്നിരിക്കൂ. ഇവനാണെങ്കിൽ ഓർഡർ പറയാത്തതിന്റെ കാരണം ഇവനൊരു പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവള് വരുന്ന ആ ഒരു സമയം അറിയാനായിട്ടാണ് ടൈം വരെ ചോദിച്ചത്. പക്ഷെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞു. ഇതുവരെ അവള് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് അവൾ അന്ന് വൈകിട്ട് തന്നെ ഇവനെ വീണ്ടും യാദൃശ്ചികമായി റോഡിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവൻ ആ സമയം വളരെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന അവൾ രാവിലെ കണ്ട പരിചയത്തിന്റെ പേരിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കാനായി ചെല്ലുമ്പോൾ അവൻ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്നാണ് അവളോട് ചോദിക്കുന്നത്. അങ്ങനെ ആദ്യം താല്പര്യമില്ലെങ്കിലും അവൻ നിർബന്ധിക്കുമ്പോൾ അവളും ഐസ്ക്രീം കഴിക്കാനായി പോകുന്നു. അങ്ങനെ രണ്ടുപേരും ഐസ്ക്രീം കഴിക്കുന്ന സമയം ആ പയ്യൻ അവന്റെ ലവ് സ്റ്റോറി ഇയോട് പറയാണ്. ഒരുപാട് നാളായി അവൻ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നു. പക്ഷെ അവൾ മൈൻഡേ ചെയ്യുന്നില്ല. അത് കേട്ട് ഇവൾക്ക് സിമ്പതിയും തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ അവളുടെ കോളേജിലേക്ക് ഫസ്റ്റ് ഡേ ചെല്ലാണ്. എല്ലായിടത്തു നിന്നും കേൾക്കാറുള്ള പോലെ തന്നെ അയ്യേ ആരപ്പ ഇവള് എവിടെ നിന്ന് പൊട്ടിമുളച്ചു വന്നു, കാണാൻ കൊള്ളൂല എന്ന കമന്റുകളാണ് അവൾ കോളേജിൽ ഫസ്റ്റ് ഡേ കൂടുതലും കേൾക്കുന്നത്. കളിയാക്കുന്നവരുടെ മുന്നിൽ നിന്ന് ഓടുന്ന സമയം അവള് കാല് തെറ്റി വീഴുന്നത് നമ്മുടെ കഥാനായകനായ ക്രോസിന്റെ മുന്നിൽ. അവൻ ഇവളെ കണ്ടപാടെ നീ കാണാൻ അഗ്ലി മാത്രമല്ല ഒരു വെഗിളിയും കൂടിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് കമന്റ് അടിക്കുന്നു. അത് കേൾക്കുന്ന അവൾ അയ്യേ ഞാനതിന് വീണൊന്നുമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു കാണിക്കുകയാണ്. എന്തായാലും ഇവൾക്ക് ഇതോടെ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന്റി അവളെ വീട്ടിൽ നിന്നും ആ റെസ്റ്റോറന്റിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ അവൾ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. താമസിക്കാൻ ഒരിടം വേണം, പേഴ്സണൽ ചെലവുകളും പഠന ചെലവും നോക്കാനായി ഒരു പാർട്ട് ടൈം ജോലിയും വേണം. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒടുക്കം അവൾക്കൊരു പേഴ്സണൽ മെയ്ഡായി ജോലി കിട്ടുന്നു. സാൻഫ്രോഡ് എന്ന ഒരാളുടെ വീട്ടിൽ അയാളുടെ മകനെ നോക്കുക എന്ന ജോലിയായിരുന്നു അത്. അവൾ അങ്ങനെ ജോലിക്ക് ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ സാൻഫ്രോഡ് അദ്ദേഹത്തിന്റെ മകനെ പറ്റി പറയുന്നു. ഇവൻ ഇതിനു മുന്നേ ഒരുപാട് മെയ്ഡ്സിനെ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും അവൻ ആള് ചില്ലറക്കാരനല്ല, ഒരു ഹാഫ് മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആൾ അത്ര വശപശകാണ്. അവന്റെ പഠനം, ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ മുന്നേ വന്ന സ്റ്റാഫ്സ് എല്ലാം ജീവനും കൊണ്ട് ഓടിയവരാണെന്നെല്ലാം സാൻഫ്രോഡ് പറയുന്നത് കേൾക്കുമ്പോൾ ഇയ പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് അയാൾ ശമ്പളം പറയുന്നത്. അത് കേൾക്കുന്ന അവളുടെ കണ്ണ് തള്ളുന്നു. താൻ ഒരു ജോലി എടുത്താലും ഇത്രയും കാശ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അവിടെ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അകത്തേക്ക് കയറി സാൻഫ്രോഡിന്റെ മകനെ കാണുമ്പോൾ അവളുടെ കണ്ണ് തള്ളിപ്പോവാണ്. കാരണം അത് മറ്റാരുമല്ല, ഇവൾ കോളേജിൽ വെച്ച് കണ്ട ഇവളെ അഗ്ലി എന്നും വെഗ്ലി എന്നും കളിയാക്കിയ ക്രോസ് എന്ന ആ പയ്യനായിരുന്നു അത്. ഇവളെ കണ്ടപാടെ അവൻ ഇവളെ എങ്ങും വേണ്ട, ഇവളെ വേഗം തന്നെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഈയുടെ താമസം ഈ വീട്ടിൽ തന്നെയാണ്. അവൾ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് ക്രോസ് തിരിച്ചെത്തുന്നതും കാത്ത് വീടിന്റെ വെളിയിൽ തന്നെ ഇരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കാനായി അകത്തേക്ക് കയറുന്ന സമയം അവൻ എത്തുന്നു. അവൻ ഇവൾ പോകാത്തത് കണ്ട് അവളോട് ദേഷ്യപ്പെടാണ് നീ പോയില്ലേ എന്ന് ചോദിച്ച്. ഇവനാണെങ്കിൽ ആകെ ലെക്ക് കെട്ട് 4 കാലിലാണ് വന്ന് കയറിയിരിക്കുന്നത്. കൂടാതെ അവൾ കുടിച്ചോണ്ടിരുന്ന ഗ്ലാസ്സിൽ പിടുത്തമിടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പിടിവലി നടത്തി ഒടുവിൽ അവൻ മറിഞ്ഞടിച്ച് താഴെ വീഴുമ്പോൾ അവൾ ഒരുവിധം അവനെ താങ്ങിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നു. മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റാനായി അവൾ പറയുമ്പോൾ നീ തിരിഞ്ഞു നിന്നേ, നീ അങ്ങനെ എന്റെ മസിൽ ബോഡി ഒന്നും കാണണ്ടെന്ന് അവൻ പറയുന്നു. അയ്യേ ആർക്ക് കാണണം നിന്നെ, ഞാൻ മറ്റു പെമ്പിള്ളാരെ പോലെ ഒന്നുമല്ല, നിന്നോട് എനിക്ക് ഒരു ഇഷ്ടവും തോന്നാൻ പോകുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ പെട്ടെന്ന് അവളെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിക്കുന്നു. അതെന്താ എന്നെ ഇഷ്ടപ്പെട്ടാലെന്ന് ചോദിച്ച് അവൻ അവളോട് സംസാരിക്കുന്ന സമയം പെട്ടെന്ന് അവൻ അവളുടെ ദേഹത്തേക്ക് തന്നെ വൊമിറ്റ് ചെയ്ത് വെക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഇതൊക്കെയാണ് സംഭവിച്ചത്. കേട്ടതിനേക്കാൾ പാടാണ് ഈ ഒരു അഹങ്കാരി പയ്യനെ ഹാൻഡിൽ ചെയ്യാനെന്ന് അവൾ മനസ്സിൽ കരുതുന്നു. അങ്ങനെ അവൾ അടുത്ത ദിവസം കോളേജിൽ ചെല്ലുമ്പോൾ അവൾക്ക് അവിടെ ഒരു കൂട്ടുകാരി
പരിചയം കിട്ടുകയാണ്. പേര് ലോറി. അവളങ്ങനെ ലോറിയോട് സംസാരിച്ചു കഴിഞ്ഞ് ക്ലാസ്സിൽ കയറാനായി പോകുന്ന സമയം അവിടേക്ക് എത്തുന്ന ക്രോസ് അവളുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസ്റ്റാറ്റുകളൊക്കെ എടുത്തോണ്ട് വരാനായി പറയുന്നു. അവൾ അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും കയ്യിലെ കാശ് തികയുന്നില്ല. ഷുഡാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അവൾ കരുതിയിരിക്കുമ്പോൾ അന്ന് അവൾ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട ആ കണ്ണാടി പയ്യനില്ലേ, അവനെത്തിയാണ് ബാക്കി ക്യാഷ് അടിച്ച് അവളെ സഹായിക്കുന്നത്. അവൾ പിന്നീട് ക്രോസിനെ കാണുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന്റെ കാശ് ചോദിക്കുന്നു. അവൻ കുറച്ച് കാശ് കൊടുത്തിട്ട് കുറച്ച് കാശ് കൊടുക്കാതെ അവളെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട്. അവള് ദേഷ്യം വന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അടുത്ത ദിവസം അവൾ കോളേജിൽ എത്തുമ്പോൾ അവിടുത്തെ ഒരു ഗേൾസ് ഗ്യാങ് അവളെ വളയാണ്. സംഭവം കഴിഞ്ഞ ദിവസം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിനെ പറ്റി ക്രോസ് ഇയോട് സംസാരിക്കുന്നത് ഇവളുമാര് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളുമാരാണെങ്കിൽ അവന്റെ പിറകെയാണ് നടക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റിനെ പറ്റിയാണ് ഇവര് സംസാരിച്ചത്, അല്ലെങ്കിൽ അവന്റെ മെയ്ഡാണ് ഇവൾ, വീട്ടുജോലിക്കാരിയാണ് എന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇവർ തമ്മിൽ എന്താ ബന്ധമുള്ളത് പോലെയാണ് ആ പെമ്പിള്ളാർക്ക് ഇവളോട് ദേഷ്യം തോന്നുന്നത്. എന്തായാലും ഈ ആയിട്ട് അവളുമാര് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലോറി എത്തി അവളുമാരെ ഓടിച്ചു വിടുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ നീയും ക്രോസും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അവൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോഴാണ് ലോറിക്ക് വരെ സമാധാനം ആകുന്നത്. ഈ ഒരു കോളേജിലെ മോസ്റ്റ് പോപ്പുലർ ആയ സ്റ്റുഡന്റ് ആണ് ക്രോസ്. അവന്റെ പിറകെയാണ് എല്ലാ പെമ്പിള്ളാരും. എല്ലാവർക്കും അവനോട് ഒരു ക്രഷ് ആണ്. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നു പോകുന്നു. അടുത്ത ദിവസവും ഇത് തന്നെ കഥ. അവളുമാര് വീണ്ടും ഈയെ വളയുന്നു. ഈ സമയത്ത് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ക്രോസ് അവളെ ചേർത്ത് നിർത്തി ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോ അത് കേൾക്കുന്ന മറ്റ് ക്രഷ് പെമ്പിള്ളാരുടെ എല്ലാം ബോധം പോകുന്നു. ഈ ആണെങ്കിൽ എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞതെന്ന് അവനോട് ചോദിക്കുന്ന സമയം അവൻ അവളുടെ കാതിൽ രഹസ്യമായി പറയാണ്, നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞ പിന്നെ അവളുമാർ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാതെ ഇരിക്കത്തില്ല, എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു അവൻ അങ്ങ് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ലോറി ഈയെ വിളിച്ച് നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവള് ഒരു ബന്ധമില്ല, അവൻ വെറുതെ പറഞ്ഞ. പിന്നെ ആകെപ്പാടെയുള്ള ഒരു ബന്ധം ഞാൻ അവന്റെ വേലക്കാരിയാണെന്നതാണെന്ന് ഈയ പറയുമ്പോഴാണ് ലോറിക്ക് സമാധാനമാകുന്നത്. അങ്ങനെ പിന്നീട് ആ കണ്ണാടി ചെറുക്കനെ കാണുന്നു. അവൻ ഇത്തവണ അവളോട് അവന്റെ ക്രഷിനെ പറ്റി പറയാണ്. അത് മറ്റാരല്ല ഇവളുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ലോറിയാണ്. ലോറിയെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ എല്ലാം ചാഡ് ഈയോട് ചോദിക്കുന്നു. ഈ സമയത്ത് ചാഡിന് ഇഷ്ടം ലോറിയെ, ലോറിക്ക് ഇഷ്ടം ക്രോസിനെ. എനിക്കാണെങ്കിൽ ചാഡിനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇവനെ സഹായിക്കണമെന്നൊക്കെ അവൾ ആലോചിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലോറിയുടെ ബർത്ത്ഡേ ദിവസം വന്നെത്തുന്നു. പാർട്ടിയിൽ പങ്കെടുക്കാനായി ഈയും ക്രോസും ഒക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈയെ വളരെ റൂഡായി അവൻ കളിയാക്കുമ്പോൾ അത് കേൾക്കുന്ന ക്രോസിന്റെ ഒരു ഫ്രണ്ട് അവൻ നീ കരുതുന്ന പോലെ അത്ര മോശമൊന്നുമല്ല, ഒരു പാവൊക്കെയാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ന മട്ടിൽ ഈയെ നിൽക്കുന്നു. ആ സമയം ആ ഫ്രണ്ട് ഇവന്റെ അമ്മയുടെ മരണശേഷമാണ് ഇവൻ ഇങ്ങനെ ആയതെന്ന് പറയാണ്. അത് കേൾക്കുന്ന ഈയെ പറയുന്നത് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയില്ലല്ലോ എന്നാണ്. ഇതേ സമയം ചാഡ് അവിടെ എത്തി ലോറിയെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ നടത്തുന്നു. അവനൊരു റിംഗ് ഒക്കെ അവൾക്ക് കൊടുക്കാനായി മേടിച്ചിട്ടുണ്ട്. അത് തൽക്കാലം പിടിക്കാനായി ഈയുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ആരോ അവളെ വന്ന് തട്ടുകയും അത് താഴെ പോവുകയും ചെയ്യുന്നു. പക്ഷെ തപ്പിയെടുക്കാൻ സാധിക്കും മുന്നേ അവിടെ ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. ഇതേ സമയം ലോറി ആണെന്ന് കരുതി ചാഡ് ഒരാളുടെ കയ്യിൽ ചെന്ന് പിടിക്കുന്നു. പക്ഷെ ലൈറ്റ് തെളിയുമ്പോഴാണ് മനസ്സിലാവുന്നത് കൈ പിടിച്ചത് ലോറിയുടേതല്ല, പകരം ക്രോസിന്റേതാണെന്ന്. ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ട് എല്ലാവരും ഇവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൂടാതെ ഒരുമാതിരി കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. ചാഡ് ആകെ ചമ്മിപ്പോവാണ്. അവൻ ഈ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുക എന്നത് ഈയ കൊടുത്ത ഐഡിയ ആയതുകൊണ്ട് അവളോട് കലിയിളകിയാണ് പോകുന്നത്. അടുത്ത ദിവസം കോളേജിൽ വെച്ച് ചാഡിനെ കാണുമ്പോൾ ഈ അവൻ വല്ലതും ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ച് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ നേരെ ചെന്ന് ക്രോസിനിട്ടിടിക്കുന്നു. അങ്ങനെ പിന്നീട് ക്രോസ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് എന്തോ എക്സ്ട്രാ വർക്ക് ഉള്ളത് ചെയ്യാണ്. പക്ഷെ വർക്ക് കഴിഞ്ഞ് അവന്റെ ഫ്രണ്ട്സ് പോകുമ്പോൾ അവൻ അപ്പോഴും ക്ലാസ്സിൽ തന്നെ തുടരുന്നു. അവനെ വിളിക്കാനായി അവിടേക്ക് ഈ എത്തുമ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഫ്ലാഷ് അടിച്ചാണ് വരുന്നത്. അകത്ത് കയറിയ അവൾ അവനെ ലൈറ്റ് അടിച്ച് പ്രേതം പോലെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം അകത്ത് ലൈറ്റ് കാണാത്തത് കൊണ്ട് വെളിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി റൂം ലോക്ക് ചെയ്ത് പോകുന്നു. ഇവരകത്ത് പെട്ടുപോയി. അങ്ങനെ പിന്നീട് ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് റൂം ലോക്ക്ഡ് ആയ കാര്യവും ഇവരകത്ത് പെട്ടുപോയ കാര്യവും മനസ്സിലാവുന്നത്. എന്തായാലും രണ്ടുപേരുടെ മൊബൈലിൽ ചാർജ് ഒന്നും ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്യുന്നു, ഫ്ലാഷ് ഓൺ ആക്കി ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ അകത്തിരിക്കുന്ന സമയം രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നു. തനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷിൽ അമ്മ നഷ്ടപ്പെട്ട കാര്യമെല്ലാം ക്രോസ് പറയുന്നുണ്ട്. ഈയും അവളുടെ മാതാപിതാക്കളുടെ നഷ്ടത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സെക്യൂരിറ്റി എത്തി ഡോറ് തുറക്കുമ്പോഴാണ് ഇവർക്ക് വെളിയിൽ ഇറങ്ങാൻ സാധിക്കുന്നത്. എനിക്ക് ക്ലാസ്മേറ്റ് സിനിമയില് ലാബിനകത്ത് കുടുങ്ങി പോകുന്ന സീനില്ലേ, അതാണ് ഓർമ്മ വന്നത്. എന്തായാലും പിന്നീട് പതിവ് പോലെ ക്രോസ് തന്നെ പണിപ്പെടുത്തുന്ന സമയം അവൻ ഓൾറെഡി പ്രേതത്തെ പേടിയാണെന്ന് മനസ്സിലാക്കിയ ഇയ പ്രേതം പോലെ നിന്ന് അവനെ പേടിപ്പിക്കാറുണ്ട്. ഒരു ദിവസം പണി വാളുന്നു. പേടി കൂടി അവൻ അന്ന് രാത്രി അവന്റെ മുറിയിൽ വന്ന് കിടക്കാനായി അവളോട് ആവശ്യപ്പെടുന്നു. അത്രയും ദിവസം കട്ടിലിൽ നന്നായി കിടന്നുറങ്ങിയ അവൾക്ക് അവന്റെ ബെഡ്റൂമിലെ സോഫയിൽ ഉറങ്ങേണ്ട അവസ്ഥയായി. പക്ഷെ തണുത്ത് വിറച്ചിരിക്കുന്ന ഇവൾക്ക് അവൻ പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുമ്പോൾ ഉറക്കമുണർന്നത് മനസ്സിലാക്കുന്ന അവൾക്ക് അവൻ അത്ര മോൺസ്റ്റർ ഒന്നല്ല, പാവമാണെന്നും മനസ്സിലാവുന്നു. പക്ഷെ ആ ഒരു തോന്നല് കണ്ണാടിയിൽ നോക്കുന്നത് വരെ ഉണ്ടായുള്ളൂ. കാരണം
അവൾ ഉറങ്ങിക്കിടന്ന ഗ്യാപ്പിന് പുതപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്തത്, അവളുടെ മുഖത്തെല്ലാം കുത്തി വരയ്ക്കുകയും ചെയ്തിരുന്നു. അവൾക്ക് അതിനെപ്പറ്റി രാവിലെ ചോദിക്കാനായി ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കോളേജിൽ പോയി വന്ന ഉടനെ അവനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ, അയ്യോ നിന്റെ മുഖമായിരുന്നു അത്, ഞാൻ കരുതി കുത്തുകൾ യോജിപ്പിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് അവന്റെ കൊങ്ങയ്ക്ക് പിടിക്കാനായി പോകുമ്പോഴാണ് അവന് നന്നായി പനിക്കുന്നുണ്ടെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അവൾ അവന് കഞ്ഞിയൊക്കെ കൊടുക്കുന്നു, നന്നായി കെയർ ചെയ്യുന്നു. പക്ഷെ പനി നല്ല കൂടുതലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവനെ നോക്കാനായി അവൾ അവിടെ നിൽക്കുന്നു. അന്ന് രാത്രി വാതിലിന്റെ അവിടെ കൂടി ആരൊക്കെയോ നടക്കുന്ന പോലെ നിഴല് കാണുന്ന അവൻ പേടിച്ച് അവളോടും കൂടി കൂട്ടിന് ബെഡിൽ വന്ന് കിടക്കാനായി ആവശ്യപ്പെടുന്നു. അവളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. ഇവൻ ശല്യം ചെയ്തതുകൊണ്ട് തന്നെ ഷെടാ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്താണ് ബെഡിൽ വന്ന് കിടക്കുന്നത്. അങ്ങനെ അവള് കിടന്ന് നല്ല ഉറക്കം. ഇവൻ അപ്പോഴും ഡോറിന്റെ അവിടുത്തെ നിഴല് നോക്കി ഉറക്കമില്ലാതെ കിടക്കാണ്. പെട്ടെന്ന് ആരോ ഡോറ് തുറക്കുന്നതായി അവന് തോന്നുന്നു. ഡോറ് തുറന്ന് ആളകത്തേക്ക് വരുമ്പോഴേക്കും ഇവൻ ചാടിപ്പടഞ്ഞ് എണ്ണിക്കുകയും അവൾ ആ ഒരു വെപ്രാളത്തിൽ താഴെ വീഴുകയും ചെയ്യുന്നു. നേഴ്സ് ആയിരുന്നു കയറി വന്നത്. ഇവരിങ്ങനെ ഒന്നിച്ച് ബെഡിൽ കിടക്കുന്നത് കണ്ട നേഴ്സ് ഇത് ഹോട്ടലൊന്നും അല്ല ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിച്ച രീതിയിൽ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് കോളേജിൽ ചെല്ലുന്ന ലോറി ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നു. അവളുടെ മുഖത്ത് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവളുടെ മുഖത്തെ മുഖക്കുരു ഒക്കെ ഒന്ന് കുറച്ചെടുക്കുന്നു. അവൾ പിന്നീട് നല്ല സുന്ദരി പെൺകുട്ടിയായി കോളേജിലേക്ക് ചെല്ലുമ്പോൾ ആ കുശിമ്പി ഗ്യാങ്ങിലെ പെൺപിള്ളേര് എന്താടി വല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്തു എന്നെല്ലാം കളിയാക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രെയിൻ സർജറി ചെയ്ത് കാണുമല്ലേ എന്ന് അവരെയും കളിയാക്കി പോവാണ്. ഇവളിപ്പോൾ പഴയതിനേക്കാൾ വളരെ കോൺഫിഡന്റ് ആയുണ്ട്. അങ്ങനെ പിന്നീട് ചാഡ് അവൾക്ക് കുറച്ച് കേക്ക്സ് ഉണ്ടാക്കി നൽകുന്നു. ഇത് ഇവൾക്ക് കഴിക്കാനല്ല ലോറിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് നൽകുന്നത്. അവൾ അത് ലോറിക്ക് കൊടുക്കാനായി ഭദ്രമായി വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നു. പക്ഷെ പിന്നീട് ആ കേക്ക്സ് ക്രോസ് എടുത്ത് കഴിക്കാണ്. അവൾ അത് കണ്ട് ഞെട്ടി വന്ന് ബാക്കി കേക്കെങ്കിലും വാങ്ങി വെക്കാന്ന് വെച്ച് നോക്കുമ്പോൾ അവൻ അത് തട്ടി താഴെ ഇടുന്നു. അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നു. രണ്ടുപേരും അവിടെ കിടന്ന് ഇതിന്റെ പേരിൽ അടികൂടാണ്. സഹിയായിട്ട് അവള് താൻ ജോലി റിസൈൻ ചെയ്യാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ഇതെല്ലാം പറയുന്ന ക്രോസിന്റെ അച്ഛനായ സാൻഫ്രോഡ് ക്രോസിനോട് അവന് പ്രിയപ്പെട്ട അവന്റെയും അമ്മയുടെയും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, ഇത് നശിപ്പിച്ച നീ ആരോടെങ്കിലും ക്ഷമിക്കോ? നിനക്ക് നിന്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ പോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും. അവർക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അത് നീ മനസ്സിലാക്കണം. നീ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് നീ അവളോട് മാപ്പ് ചോദിക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി അവന് എന്തോ ഒരു മിസ്സിംഗ് ഫീലിംഗ് അനുഭവപ്പെടുന്നു. അമ്മയെ കഴിഞ്ഞ് മറ്റാരെയും മിസ് ചെയ്തതായി അവൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈയെ മിസ് ചെയ്തതായും അവളോട് തെറ്റ് ചെയ്തതായും അതുകൊണ്ട് സോറി ചോദിക്കേണ്ടത് അത്യാവശ്യമായും ഫീൽ ചെയ്യുന്ന അവൻ അവളെ കാണാനായി ചെല്ലുന്നു. അവൾ ആ സമയം ആന്റിയുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യായിരുന്നു. അവൻ അവളോട് സോറി ചോദിക്കുമ്പോൾ അവൾക്കും പിണക്കവും ഒക്കെ മാറുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അച്ഛനെയും അമ്മയും മറവ് ചെയ്ത സ്ഥലത്തിൽ പൂക്കൾ വെച്ച് അവൾ അവരോട് വിശേഷങ്ങളൊക്കെ പറയാണ്. ആ കൂട്ടത്തിൽ ക്രോസ് ഞാൻ വിചാരിച്ചത്ര മോശക്കാരനല്ല എന്ന് അവൾ കമന്റ് അടിക്കുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് ക്രോസും എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഈ സംഭാഷണം കേട്ട് ആണോ ക്രോസ് അത്ര മോശക്കാരനല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോഴാണ് അവൾ അവനെ കാണുന്നത്. അവന്റെ അമ്മയെ അടക്കിയത് ഇതേ സ്ഥലത്താണ്. അവൻ അമ്മയെ കാണാനായി എത്തിയപ്പോഴാണ് ഇവൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. ആ സമയത്ത് അവിടെ മഴ പെയ്യുന്നു. മഴ നനയാതിരിക്കാനായി ഇവർ ഒരു സ്ഥലത്ത് കയറുന്നുണ്ടെങ്കിലും ഫുൾ അടിമുടി അപ്പോഴേക്കും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയൊക്കെയാണെങ്കിൽ തണുക്കാനായി തുടങ്ങുന്നു. ഈ സമയത്ത് ക്രോസിന്റെ കണ്ണിൽ നിന്ന് അവന്റെ അമ്മയെ പറ്റി ആലോചിച്ച് കണ്ണുനീര് വരുന്നു. അവൾ കരയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് മഴവെള്ളം വീണതാണെന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കാര്യം മനസ്സിലാവും. കൂടാതെ അവൾ തണുത്ത് നിൽക്കുന്നത് കണ്ട് ക്രോസ് അവന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ടും തണുപ്പ് മാറാത്ത കാണുമ്പോൾ ടീഷർട്ട് ഊരി കൊടുക്കുന്നു. എന്നിട്ടും തണുപ്പ് മാറുന്നില്ല എന്ന് കാണുമ്പോൾ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കോളേജിൽ വെച്ച് ക്രോസിനെ കാണുമ്പോൾ ലോറി അവനെ പ്രപ്പോസ് ചെയ്യുന്നു. ആ സമയം അവൻ എനിക്ക് ആണ് ഇഷ്ടമെന്ന് ലോറിയോട് പറയുന്നു. അപ്പോൾ ലോറി ചുമ്മാ പറയാതെ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നും അല്ലാന്ന് എനിക്കറിയാം, അവള് നിന്റെ സെർവന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ അല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭാഷണം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ലോറി പെട്ടെന്ന് അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോകുമ്പോൾ എന്തിനങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ലോറിയുടെ പുറകിന് നിന്റെ ആ ഫ്രണ്ട് പയ്യൻ നടപ്പില്ലേ, അവളെ എന്നെ മനസ്സിൽ കൊണ്ടു നടന്ന പിന്നെ എങ്ങനെ അവനുമായി പ്രണയത്തിലാകാനാണ്? അവൾ എന്നെ ഇഷ്ടമല്ലാതാകണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ക്രോസ് പറയുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് ഈയയ്ക്കും തോന്നുന്നു. അങ്ങനെ പിന്നീട് ഇവരുടെ കോളേജിൽ ഒരു പ്രോഗ്രാം വരെയാണ്. ആ പ്രോഗ്രാമിന് ഒരു പ്രേതത്തിന്റെ സെറ്റപ്പിലാണ് റെഡി ആവുന്നത്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ക്രോസ് വിളിപ്പിക്കുന്നു. അവൾ പ്രേതത്തിന്റെ ഗെറ്റപ്പിൽ വന്ന് അവനെ പേടിപ്പിക്കുകയാണ്. അവൻ ആ സമയം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അടുത്തതായി അവളോട് ഒരു സീരിയസ് കാര്യം പറയുന്നു. ലോറിക്ക് നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആണെന്ന് തോന്നണം, അതിനായി നമുക്കൊരു ഫേക്ക് കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന പോലെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നു. ഇതെല്ലാം ലോറി കാണുന്നു. ലോറി സങ്കടപ്പെട്ട് കരയുമ്പോൾ ചാടാണ് അവളെ ചെന്ന് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ പിന്നീട് ലോറി ഈയുടെ അടുത്തെത്തി നീയും ക്രോസും തമ്മിൽ റിലേഷനിലാണോ എന്ന് ചോദിക്കുമ്പോൾ ചാഡിന് ഒരു ചാൻസ് കിട്ടാനായി അതേ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ലോറി ദേഷ്യപ്പെടാതെ എനിക്ക് മനസ്സിലാകും നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയാണ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ചാഡിനെ സ്നേഹിക്കാൻ പോവുകയാണെന്ന് ലോറി പറയുന്നു. അങ്ങനെ പിന്നീട് ഒരു പാർട്ടി നടക്കാണ്. ആ പാർട്ടിയിൽ ഈയും ലോറിയും ചാഡും ക്രോസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ മാസ്ക് ധരിച്ച് ഡാൻസ് കളിച്ച് പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പാർട്ടിയായിരുന്നു. എല്ലാവരും പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. റാൻഡമായാണ് സെലക്ട് ചെയ്യുന്നത്. മാസ്ക് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കില്ല. ലോറിക്ക് പാർട്ട്ണറായി ഭാഗ്യവശാൽ കിട്ടുന്നത് ചാഡിനെ തന്നെയാണ്. അതേപോലെ അവർ മാസ്ക് മാറ്റി അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ക്രോസും ഈയും
പയ്യനുമാണ് പെയർ ആവുന്നത്. പക്ഷെ മാസ്ക് മാറ്റാത്തത് കൊണ്ട് ഈക്ക് ഇത് ക്രോസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിലും തനിക്ക് കിട്ടിയ പാർട്ട്ണർ ഈ ആണെന്ന് മനസ്സിലാക്കുന്ന ക്രോസ് അവന്റെ ഉള്ളിൽ അവളോട് തോന്നിയ പ്രണയം തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ ഷോക്കായി ആരാണ് തന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞതെന്നറിയാനായി മാസ്ക് മാറ്റാനായി നോക്കുമ്പോഴേക്കും അയാൾ അങ്ങ് ഓടിപ്പോകുന്നു. പക്ഷെ പോകുന്ന പോക്കിൽ ഷൂ അവിടെ ഊരി വീണിട്ടാണ് പോകുന്നത്. നമ്മുടെ സിൻഡ്രല്ല കഥ പോലെ ഉണ്ടല്ലേ. എന്തായാലും അടുത്ത ദിവസം കോളേജിൽ ചെല്ലുന്ന അവൾ ആ ഒരു ഷൂ വെച്ച് ആ പയ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായി നോക്കുന്നു. ഈ സമയം അവൾക്കൊരു ഫോൺ കോൾ വരികയാണ്. ഞാനാണ് നിന്റെ പ്രിൻസ്, എന്നെ കാണാനായി വാ എന്ന് കോളിലൂടെ ഒരാൾ പറയുന്നു. പക്ഷെ ആ വിളിച്ച ആൾ ചാടല്ല, മറ്റാരോ ആണ്. അവൾ എന്തായാലും ഈ ഫോൺ വിളിച്ച ആളാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രപ്പോസ് ചെയ്ത ആളെന്ന് കരുതി കാണാനായി പോകാൻ ഒരുങ്ങുന്നു. ഇതേ സമയം ഈ സംഭാഷണം മറിഞ്ഞു നിന്ന് ചാട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ആ ഒരു അജ്ഞാതനെ പോയി കാണാതിരിക്കാനായി അവൻ അവളെ ബിസി ആക്കാനായി നോക്കുന്നു. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ വിളിച്ച ആളിനെ കാണാൻ തന്നെ പോകുന്നു. അവിടെ ആ സമയം അവളെ കാണാനായി ഒരു പയ്യൻ കാത്തിരിപ്പുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ക്രോസ് എത്തുന്നു. ആരാടാ നീയാണോ ഇവള് അന്വേഷിക്കുന്ന ആ പയ്യനെന്ന് ചോദിക്കുമ്പോ ആ പയ്യൻ ഞാനല്ല, ഞാൻ വന്നത് ക്രോസിനെ കൊണ്ട് സത്യം പറയിക്കാനാ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ഈ പയ്യൻ ക്രോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ക്രോസിന് ഈയോടുള്ള ഇഷ്ടം ഇവനും അറിയാമായിരുന്നു. അത് ക്രോസ് നേരിട്ട് പറയുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഈ സമയം ഈ പയ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഈക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൾ അവിടെ മിഴിച്ചു നിൽക്കുമ്പോൾ ക്രോസ് ഒരു ഡയറി അവൾക്ക് കൊടുക്കുന്നു. അത് അവളുടെ തന്നെ ഡയറിയാണ്. അവന്റെ വീട്ടിൽ നിന്ന് അവൻ എടുത്തതാണ്. ആ ഡയറിയുടെ ലാസ്റ്റ് പേജ് വായിക്കാനായി അവൻ പറയുമ്പോൾ അവൾ അതെടുത്ത് വായിക്കുന്നു. അതിൽ അവളോടുള്ള ഇഷ്ടം അവൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാണ് ആ ഇഷ്ടം തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആ ഒരു റൂമിൽ ലോക്കായി കിടന്ന സമയത്താണോ, അതോ ഹോസ്പിറ്റലിലായ സമയത്താണോ, അതോ മഴ നനഞ്ഞ സമയത്താണോ അറിയില്ല. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീയാണ് എന്റെ ജീവിതം സുന്ദരമാക്കുന്നതെന്നെല്ലാം അവൻ എഴുതിയിരിക്കുന്നു. അവൻ അവളോട് വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൾ വളരെ സന്തോഷത്തോടെ തന്നെ അവനോട് യെസ് പറയുന്നു. അവൾക്കും ഇവനോട് വഴക്കിട്ട് കൂട്ടുകൂടി നടക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴോ ഒരിഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. തീർച്ചയായും നിങ്ങളെ ഈ കഥ ഒട്ടും ബോറടിപ്പിച്ചില്ല. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.